എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി മഞ്ഞപ്പറ എന്ന ഭാഗത്തുള്ള വാമലയാണത്. അവിടുത്തെ ഒരു ശിവക്ഷേത്രമാണ്. കാണാൻ അതിമനോഹരമാണ്. മനോഹരം എന്ന് വെച്ചാൽ അതിൽ നിന്നും മേളിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയധികം മനോഹരമാണ്. ഇത് പോകേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ വടക്കഞ്ചേരി ടോൾ പാസിൻ്റെ അവിടെ തന്നെ ടോള് കഴിഞ്ഞ് ഫസ്റ്റ് ലെഫ്റ്റ് തിരിയുക. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടി പോകുമ്പോൾ വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സ്ഥലം അറിയാം. അതേമാതിരി പാലക്കാട് നിന്ന് പോകുന്ന ആളുകളാണെങ്കിൽ ടോളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിയണം. റൈറ്റ് വശത്താണ് ഈ ഇതുള്ളത്. പിന്നെ നമ്മളിതെല്ലാം ഒരു 10-40 അടിയോളം ഒരു പടികൾ കയറി അങ്ങോട്ട് മേളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നൊരു വ്യൂവും ആ അമ്പലം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിമനോഹരമാണ്. അതുപോലെ തന്നെ ആ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ആ ശിവക്ഷേത്രം 1500 വർഷ പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല, പക്ഷേ പഴക്കം ചേർന്ന ഒരു ശിവക്ഷേത്രം തന്നെയാണ്. ഇവിടെ വരുന്ന അവർ തന്നെയാണ് പൂജിച്ചിട്ട് പോകുന്നത്. ശിവക്ഷേത്രത്തിൽ ഇവിടെ മേൽശാന്തിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല, അടുത്തുള്ള ആളുകൾ തന്നെയാണ് പൂജയും കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അതിൻ്റെ മേളിൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു. ആ വെയിൽ ടൈമിൽ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു 12 മണിയാണ്. പക്ഷേ നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. പാറയും ഭൂപ്രകൃതിയുമായിട്ടുള്ള കാണാൻ നല്ലൊരു രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു മഴ കഴിഞ്ഞ് നിൽക്കുന്നൊരു ടൈമാണ്. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഒരു വൈകുന്നേരം 4 മണിയെല്ലാം കയറി ചെന്നാൽ കാണാൻ പറ്റുന്ന അതിമനോഹരമായൊരു ക്ഷേത്രം തന്നെയാണ്. തീർച്ചയായും സമയമുള്ള ടൈമുകളിൽ പോയി കാണേണ്ട ഒരു ക്ഷേത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം ശരിക്ക് മനസ്സിലാക്കിയ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്കിവിടെ കയറി ചെല്ലുമ്പോൾ. അതിനോട് തന്നെ ചേർന്നൊരു കൊക്ക പോലെയൊക്കെ മറ്റേ കല്ലിൻ്റെ ഏറ്റവും താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കൊക്ക പോലത്തെ ഒരു സെറ്റപ്പും, അതിനോട് ചേർന്ന് തന്നെ ഒരു കുളം. ഇത്രയും വലിയ കുന്നിൻ്റെ മേളിൽ ഒരു കുളം കാണുക എന്ന് വെച്ചാൽ വളരെ ഒരു അപൂർവമാണ്. അത്രയും മനോഹരമാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തീർച്ചയായും ഒന്ന് പോയി കാണുക.